കൊല്ലത്ത് ഹോംവർക്ക് ചെയ്യാത്തതിന് 3-ാം ക്ലാസ്സുകാരൻ അധ്യാപകന്റെ ക്രൂരമർദ്ദനം. ചാത്തനാംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ 3-ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. കുട്ടി ശാരീരിക ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ അന്വേഷിച്ചപ്പോഴാണ് മർദ്ദന വിവരം പുറത്തറിയുന്നത്. എൻ്റെ മോൻ്റെ 2 കൈയും ഡെസ്കിൻ്റെ പുറത്ത് പിടിച്ച് ബലമായി വെച്ചിട്ട് പട അടിക്കുമായിരുന്നു ചന്തയിൽ. അപ്പോൾ ഒരടി കിട്ടിയാൽ 2 അടി കിട്ടിയാൽ പാടല്ല കിടക്കുന്നത്. അതായത് നിക്കറിൻ്റെ അകത്ത് ഇന്നറുണ്ട്. ഇന്നറിൻ്റെ അകത്തൂടെ ഈ മർദ്ദനം ഏൽക്കണമെങ്കിൽ എന്തുമാത്രം പവർഫുള്ളായിട്ടുള്ള അടിയായി കുഞ്ഞ് കൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനുണ്ടായ ഈ ബുദ്ധിമുട്ട്. അതിനുശേഷം ഞാൻ ഈ 5 ദിവസമായിട്ട് ഞാനും എൻ്റെ ഫാമിലി അനുഭവിക്കുന്ന മെൻ്റൽ ട്രോമ. അവന് ഇരിക്കാനും വയ്യ, അവന് ടോയ്ലറ്റിൽ പോകാൻ വയ്യ, യൂറോപ്യൻ ക്ലോസിൽ ഇരിക്കാൻ വയ്യ, അവന് നീര് വന്നിരിക്കുക. അത് മാനേജ്മെൻറ്റും അധ്യാപകരും പിന്നെ അല്ലാതെ എനിക്കറിയാത്ത 1-2 ആളുകളും ഒക്കെ എൻ്റെ വീട്ടിൽ 3 പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് സെറ്റിൽ ചെയ്യണം, ഇത് പരാതിയായിട്ട് മുന്നോട്ട് പോരെന്ന് പറഞ്ഞ് അത് ഈ 11-ാം തീയതി സംഭവിക്കുന്നത് 12-ാം തീയതി രാവിലെ 7 മണിയോടുകൂടി എൻ്റെ വീട്ടിൽ 3 ബാച്ചായിട്ട് ആളുകൾ വന്നത്. കൂടുതൽ വിവരങ്ങൾ ഷമീർ അബ്ദുൾ നൽകും. ഷമീർ, എന്തൊരു കഷ്ടമാണിത്. ഇത്രയും ചെറിയൊരു കുഞ്ഞിനെ, 3-ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടിയെ ഇങ്ങനെയൊക്കെ തല്ലാൻ മാത്രം ആർക്കാണ് സാധിക്കുക? എന്താണ് മറ്റു വിവരങ്ങൾ? സ്കൂൾ അധികൃതരോട് കാര്യങ്ങൾ ചോദിച്ചോ? എന്താണ് അവർ പറയുന്നത്? ഉടനടി നടപടിയെടുക്കേണ്ടതല്ലേ അധ്യാപകനെതിരെ? തീർച്ചയായിട്ടും സനീഷ, ഈ സംഭവത്തിൽ ഉടനടി നടപടി എടുക്കേണ്ടതാണ് സ്കൂൾ അധികൃതർ. എന്നാൽ ഇത്രയും ദിവസം പിന്നിടുമ്പോഴും ഈ അധ്യാപകനെ ഈ സ്കൂളിൽ നിലനിർത്തുന്ന സമീപനമാണ് സ്കൂൾ മാനേജ്മെൻറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഈ സ്കൂളിന് മുമ്പിൽ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയതിന് തൊട്ടു പിന്നാലെയാണ് സ്കൂൾ അധികൃതരും PTA ഒക്കെ തന്നെ അതിൽ ഇടപെടാൻ തുടങ്ങിയതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചത്. എന്തായാലും ഈ അധ്യാപകൻ നിലവിൽ ഇപ്പോൾ ഈ സ്കൂളിൽ വന്നിട്ടില്ല. ക്രൂരമായിട്ടാണ് ഈ കുട്ടിയെ മർദ്ദിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ലാത്തി കൊണ്ടാണ് ഈ കുട്ടിയെ അടിച്ചതെന്ന് അവിടെയുള്ള ഡോക്ടർമാർ ഉൾപ്പെടെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാലും വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോഴും ഈ സ്കൂളിന്റെ മുമ്പിൽ തുടരുകയാണ്. നിങ്ങളോട് എന്താണ് ഈ സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്? ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്ന SFI ആയിരുന്നു. അപ്പം SFI കൃത്യമായിട്ട് വെള്ളിയാഴ്ച ഈ കുട്ടിയുടെ പിതാവിനെ പോയി കാണുകയും ഈ കുട്ടിയെ സന്ദർശിക്കുകയും തുടർന്ന് SFIയുടെ നേതൃത്വത്തിൽ സ്കൂൾ അധികൃതർക്ക് നമ്മൾ വെള്ളിയാഴ്ച ഒരു പരാതി നമ്മൾ കൊടുക്കുകയുണ്ടായി. വെള്ളിയാഴ്ച നമ്മൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പറഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു 11 മണിക്ക്. ഈ 11 മണിക്ക് നമ്മൾ ആവശ്യം എന്ന് പറഞ്ഞാൽ അധ്യാപകനെ പുറത്താക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. അതേപോലെ തന്നെ തുടർ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങൾ ഈ പ്രതിഷേധം ഇന്ന് രാവിലെ ഇവിടെ നടത്തുന്നുണ്ട്. നിലവിൽ ഈ അധ്യാപകനെ ഇപ്പോഴും സ്കൂളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാനേജ്മെന്റ് പറയുന്നതും അതുപോലെ തന്നെ PTA പറയുന്നതും അധ്യാപകനെ വിദ്യാർത്ഥി സംഘടനകളോ മറ്റ് സംവിധാനങ്ങളോ ചെയ്താലൊന്നും പുറത്താക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഇത്രയും ഒരു വിദ്യാർത്ഥിയുടെ അതും പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ്. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സിനകത്ത് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ ചെയ്തിട്ടുള്ളൊരു സംവിധാനം എന്താണെന്നുള്ളത് നമ്മളോട് വളരെ മോശകരമായിട്ടുള്ള രീതിയിലാണ് അവർ സമീപിച്ചത്. ആദ്യം തന്നെ ഈ മാനേജ്മെന്റുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തിയപ്പോൾ എന്താ പറയുന്നത് മാനേജ്മെന്റ്? ഞങ്ങൾ HMനെ കണ്ടു. HMനെ കണ്ടതിന് ശേഷം അതോടൊപ്പം തന്നെ നമ്മുടെ പിതാവിനെ കൊണ്ട് പെറ്റീഷൻ കൊടുപ്പിച്ചു. പെറ്റീഷൻ അദ്ദേഹം വായിച്ചു നോക്കി വീണ്ടും നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചാൽ ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തെ ഇവിടെ നിന്ന് പുറത്താക്കുക. ഇനിയും ഒരു കുട്ടികൾക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കാൻ വേണ്ടി മാനേജ്മെൻറ്റും HMും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ നമ്മൾ ന്യായമായ രീതിയിലാണ് പുള്ളിയുള്ള അവിടെ ആ തരത്തിലുള്ള പ്രതിഷേധം ആളുകൾ ഉയർത്തുന്നുണ്ട്. SFIയും KSUവും MSFും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അവിടെയുണ്ട്. അവിടെ ഞാൻ തിരിച്ചു വന്നുകൊള്ളാം ഷമീർ. അതിൻ്റെ പ്രധാനപ്പെട്ട വിവരം, ഇങ്ങനെ ഒരു മർദ്ദനമുണ്ടായി, ആ കുട്ടിക്ക് വലിയ മർദ്ദനമേൽക്കേണ്ടി വന്നു എന്നതാണല്ലോ. അതിൻ്റെ വിശദാംശങ്ങൾ ആ രക്ഷിതാവ് നമ്മളോട് പറയുകയും ചെയ്തു. സ്കൂൾ അധികൃതർ എന്താണ് പറയുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അവിടെ പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥി സംഘടനകൾ നടന്ന സമരവും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാൻ നമുക്ക് വരും മണിക്കൂറുകളിലും മറ്റും.